യേശുവില് ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഒരു പുതിയ ദിവസം ആശംസിക്കുന്നു. ഈ പുതിയ ദിവസം ആശംസിക്കുമ്പോൾ ഒപ്പം അനുഗ്രഹപ്രദമായ ഒരു ദിവസമാകുവാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാം കേട്ടോ. ഇന്നത്തെ കുർബാനയിൽ നിങ്ങളെ പ്രത്യേകം ഓർക്കുകയും ചെയ്യാം. കൂടാതെ പ്രിയമുള്ളവരെ, നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാ. ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാ. നമ്മുടെ ജീവിതം മറ്റു മക്കൾക്ക് ഒരു മാതൃകയാകേണ്ടതാണ്. അങ്ങനെ ഒരു പ്രത്യേക വിളി സ്വീകരിച്ചവരാണ് നാം ഓരോരുത്തരും. എങ്കിൽ നമ്മുടെ മനോഭാവം എന്താകണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അർത്ഥമാക്കുന്ന ഒരു വചനമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായി അച്ഛൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ആ വചനഭാഗം ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. അച്ഛനൊന്ന് വായിക്കാം. ഗലാത്യ 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ ജീവിച്ചുകൊണ്ട് ജീവിതമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എന്താണ്? ഒന്ന്, ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതായത് എൻ്റെ ജീവിതത്തെ എല്ലാ അവസ്ഥകളും ഞാൻ നോ പറയണം, എന്നെ തന്നെ തിരസ്കരിക്കണം. ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാം തിരസ്കരിച്ചുകൊണ്ട്, ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പോലെ ക്രൂശിക്കപ്പെടുന്ന അനുഭവം വേണം. പ്രത്യേകിച്ച് ഞാൻ ക്രൂശിക്കപ്പെടേണ്ടത് എൻ്റെ അഹങ്കാരത്തോടും എൻ്റേതായ മറ്റു ആഗ്രഹങ്ങളോടാണ്. ഞാൻ അങ്ങനെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതാ മറ്റൊരു വചനം പറയുന്നത് എന്താണത്? യേശുവിനെ പോലെ ഞാൻ ഉയർപ്പിക്കപ്പെടും, പുതിയ വ്യക്തിയാകുന്ന പറയുന്നത്. പ്രിയമുള്ളവരെ, എന്നെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട്, എൻ്റെ പാപത്തിൻ്റെ ബന്ധനത്തിൻ്റെ അവസ്ഥ ഞാൻ നിഗണിച്ചുകൊണ്ട്, ഞാൻ ശൂന്യവൽക്കരിക്കപ്പെട്ട് കഴിയുമ്പോൾ കർത്താവിൻ്റെ വാഗ്ദത്ത വചനം എന്താണ്? ഞാൻ ഉയർപ്പിക്കപ്പെടും. അപ്പോൾ ക്രൂശിതനാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയർപ്പുണ്ട്. അങ്ങനെ ഉയർപ്പോടുകൂടി പുതിയ മനോഭാവം സ്വീകരിക്കുമ്പോൾ പിന്നെ ഞാൻ കർത്താവിൻ്റെ പറയും, കർത്താവേ, ഞാൻ നിൻ്റെ മനോഭാവത്തോടുകൂടി മാത്രം ജീവിക്കും. എനിക്ക് വേണ്ടി മരിച്ച കർത്താവിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് അവൻ്റെ മനോഭാവത്തോടുകൂടി അവന് വേണ്ടി ഞാൻ ജീവിക്കും. എങ്കിൽ പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മുടെ നിയമം സമർപ്പിക്കാം. മറക്കരുത്, എൻ്റെ പഴയ മനുഷ്യനോട് പാപമംഗലമായ എല്ലാ അവസ്ഥകളോടും ഞാൻ ക്രൂശിക്കപ്പെട്ട് കഴിയുമ്പോൾ കർത്താവ് എന്നെ ഉയർപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പുതിയ വ്യക്തിയാകും. പുതിയ വ്യക്തിയാകുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന പോലെ മാത്രം ഞാൻ ചെയ്യും, ജീവിക്കും. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് ഈശോയോട് പറയാം, ഞാൻ എൻ്റെ പഴയ മനുഷ്യനെ എല്ലാവൻ്റെ ചെയ്തികളോടുകൂടി, എനിക്കിഷ്ടപ്പെട്ടതായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, ഉപേക്ഷിക്കാൻ പറ്റാത്താവാം, അത്രമാത്രം അറ്റാച്ചഡാകാം, അത് ബന്ധമാകാം, ഏത് തലമായിക്കൊള്ളാം. കർത്താവ് ആഗ്രഹിക്കത്താണെങ്കിൽ അത് ഉപേക്ഷിക്കുവാനും തമ്പുരാനോടൊപ്പം ക്രൂശിക്കപ്പെടുവാനും എനിക്ക് സാധിക്കണം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എന്തു ചെയ്യും? അവനോട് കൂടെ ഞാൻ ഉയർപ്പിക്കപ്പെടും. അപ്പോൾ പുതിയ വ്യക്തിയാകും. പുതിയ വ്യക്തിയാകുക എന്ന് പറയുന്നത് ഈശോയുടെ ആഗ്രഹം അനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറും. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. അച്ഛനീശ്വര ആശീർവാദം. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. മറക്കരുത്, പുതിയ വ്യക്തിയായി പുതിയ മനോഭാവത്തോടെ ജീവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ശക്തി തരട്ടെ.